നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി അതുകൊണ്ട് തന്നെ പലരുടെയും ജീവിതോപാധിയായി മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ജീവിതോപാധിയായി മാറിയതുകൊണ്ട് തന്നെ പലർക്കും വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഗുരുതരമായ ചില പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നതായി ഈ സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാം വളരെ കരുതലോടും സാമൂഹ്യ പ്രതിബദ്ധതയോടും കൂടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനുള്ള ഒരു സന്നദ്ധത പ്രകടിപ്പിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ പക്ഷം. പക്ഷേ നിർഭാഗ്യവശാൽ യൂട്യൂബ് ചാനലുകൾ അടക്കം വാർത്ത എന്ന് പറഞ്ഞു തുടങ്ങുന്ന ചാനലുകളും എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ചാനലുകളും എല്ലാം തന്നെ യൂട്യൂബ് ചാനലുകളടക്കം പല മോശം പ്രവണതകളെയും ഇത്തരത്തിൽ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാനും ഒരു യൂട്യൂബ് ചാനൽ കഴിഞ്ഞ 5 വർഷമായി നടത്തുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഈ വ്യൂസ് കൂട്ടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞാൻ പ്രവർത്തിക്കാറില്ല. എൻ്റെ സ്ഥാപനത്തെ ഞാൻ അങ്ങനെ ആക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. വളരെ മാന്യമായും വളരെ കൃത്യമായും വാർത്തകൾ നൽകുക എന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാറുമില്ല. നമുക്കറിയാം, മയക്കുമരുന്ന് അടക്കമുള്ളവ കഴിച്ചുകൊണ്ടും മദ്യം, മയക്കുമരുന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ അത്തരത്തിൽ ചെറിയ കുട്ടികൾ 10-17 വയസ്സാകുമ്പോൾ 18 വയസ്സാകുമ്പോൾ വീട്ടുകാരെ ധിക്കരിച്ച് ഒളിച്ചോടി പോകുന്ന കുട്ടികൾ, അവരുടെ ഒരിക്കൽ ഞാൻ കണ്ടാണ് ഒരു പെൺകുട്ടിയും ഒരു ചെറിയ യുവാവും തമ്മിലുള്ളൊരു വീഡിയോ. അവർ വിവാഹം കഴിച്ച് ജീവിക്കുന്നവരാണ്. പെൺകുട്ടി പറയുന്നു, അവനും ജോലിക്ക് പോകണ്ട, എനിക്കും ജോലിക്ക് പോകണ്ട, അവൻ്റെ കിഡ്നി വിറ്റ് എനിക്ക് തരട്ടെ ജീവിക്കാൻ എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇത് സോഷ്യൽ മീഡിയ ഇവരെ ഇങ്ങനെയുള്ളവരെയൊക്കെ ആഘോഷിക്കുകയാണ് പലപ്പോഴും. അതിൻ്റെ ഏറ്റവും ദുരവ്യാപകമായ ഫലം എന്ന് പറയുന്നത് നമ്മുടെ വരുന്ന തലമുറ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇതാണ് സമൂഹത്തിൽ നടക്കുന്നതെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ, കേരളത്തിലെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തേക്ക് കണ്ട മറ്റൊരു പ്രവണത, തങ്ങളെയൊക്കെ പീഡിപ്പിക്കുന്നു, തങ്ങളെ ഉപദ്രവിക്കുന്നു, ബസ്സിൽ കയറിയാൽ ബുദ്ധിമുട്ടിക്കുന്നു എന്ന തരത്തിൽ ചില വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. ഇത് സാധാരണഗതിയിൽ സ്ത്രീകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്, ഒരു സംശയമില്ല. പല പ്രശ്നങ്ങളും സ്ത്രീകൾക്ക് ഉണ്ടാകുന്നുമുണ്ട്. അത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം. പക്ഷേ ഇല്ലാത്ത വ്യാജ കാര്യങ്ങളെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് കൊണ്ട് വലിയ ദോഷ സമൂഹത്തിൽ ഉണ്ടാകുന്നുമുണ്ട്. അടുത്ത കാലത്തായി നമ്മളൊരു സിനിമ കണ്ടിരുന്നു, പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ. വളരെ റിലവൻ്റ് ആയ ഒരു സിനിമ, സമൂഹത്തിൽ എല്ലാവരും ചർച്ച ചെയ്യേണ്ട ഒരു സിനിമ. പക്ഷേ നിർഭാഗ്യവശാൽ ദിലീപിൻ്റെ സിനിമ ആയതുകൊണ്ട് എന്തോ കുറച്ച് പേരൊക്കെ കാണാതെ പോയി. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നു, അത് അഡ്രസ്സ് ചെയ്ത വിഷയം ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ, ഏറ്റവും വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും റിലവൻ്റ് ആയ ഒരു വിഷയമായിരുന്നു. കാര്യത്തിൽ സംശയമേ വേണ്ട. പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ പോലെയാണ് അടുത്ത കാലത്ത് ആ സിനിമയിലെ ഒരു പെൺകുട്ടി വ്യൂസ് കിട്ടാൻ വേണ്ടി ആരെയും എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ കഥയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി പറഞ്ഞിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചില സോഷ്യൽ മീഡിയ യൂട്യൂബർമാർ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ഒരു ബസ്സിൽ ഒരു ചെറുപ്പക്കാരൻ തന്നെ മനഃപൂർവ്വം ദേഹത്ത് തട്ടുന്നു എന്ന രീതിയിൽ എടുത്ത ഒരു വീഡിയോ. ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിനുള്ള ഒരു ഇൻറ്റൻഷൻ ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലായതാണ്. ആ വീഡിയോ വലിയ ചർച്ചയായതാണ്. ഇതിനു മുമ്പും ഇതുപോലെ തന്നെ ഒരു വീഡിയോ വന്നിരുന്നു. ഒരു പ്രായമായ അയാൾ വന്ന് അടുത്തിരിക്കുന്നു. നമ്മളുമൊക്കെ ബസ്സിലും ട്രെയിനിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ അടുത്ത പുരുഷന്മാരിയ്ക്കുമ്പോൾ നമ്മൾ പണ്ടത്തെക്കാട്ടിൽ കൂടുതൽ കോൺഷ്യസ് ആണ്. ഇപ്പോൾ പഴയ കാലത്തെക്കാട്ടിൽ കൂടുതൽ കോൺഷ്യസ് ആവും. കാരണം ഇപ്പോഴത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ അടുത്തിരിക്കുന്ന ആളെക്കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആവും. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ പറയുക. ഞാൻ പറയുന്നത്, ഇപ്പോൾ എൻ്റെ ദേഹത്ത് ഒരാൾ തട്ടുന്നു എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ വളരെ കൃത്യമായി തന്നെ അടുത്തിരിക്കുന്ന ആളോട് ഒന്ന് സൂക്ഷിച്ചിരിക്കൂ, അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കൂ എന്ന് പറയും. ആ പറയുമ്പോൾ അവർക്ക് മനസ്സിലാകും. അത് ഉടനെ വീഡിയോ ചിത്രീകരിച്ച് പറയുകയല്ല. ചിലപ്പോൾ അറിയാതെയാവാം, കാരണം സീറ്റൊക്കെ ചെറുതാണ്, കൈവെക്കാനുള്ള സൗകര്യമില്ല. ഇപ്പം നമ്മൾ കൈവച്ചാൽ അയാളുടെ കയ്യിൽ തട്ടും, അയാൾ കൈവച്ചാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതെല്ലാം ഒരേ തരത്തിലാണെന്ന് ചിന്തിക്കുകയും അവരെ കെണിവെച്ച് പിടിച്ച് സോഷ്യൽ മീഡിയയിലെ ഒരു വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടെന്ന സംശയം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആദ്യം തന്നെ വീഡിയോ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അയാൾ വേറെന്തോ കയ്യിൽ ഫോൺ പിടിച്ച് അയാൾ വേറെന്തോ ശ്രദ്ധിച്ച് നിൽക്കുന്ന ഒരാളാണ്. അയാളുടെ അടുത്തേക്ക് വരുന്നു, വളരെ ഡിസ്റ്റൻസിലാണ്. ആ സമയത്ത് തട്ടുന്നു മുട്ടുന്നു ഒന്നുമില്ല. പക്ഷെ ഇവർ വീഡിയോ എടുത്തു വെച്ച് വേറൊരു ആംഗിളിൽ വീഡിയോ എടുത്തു വെച്ച് നേരെ അടുത്ത് പോയെന്ന് തന്നെ തട്ടുന്നതായി കാണിക്കുന്നു. അത് കാണുന്നവർക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ആ വീഡിയോ. പക്ഷെ അത് ഒരു യുവാവിൻ്റെ ജീവൻ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾ അല്ലെങ്കിൽ വ്യാജ ആരോപണങ്ങൾ പലപ്പോഴും സർവൈവ് ചെയ്യാൻ എല്ലാവർക്കും കഴിഞ്ഞു എന്ന് വരില്ല. ഇതിനു മുമ്പ് ഒരു പ്രശ്നമുണ്ടായി. പക്ഷെ അയാൾ വളരെ കൃത്യമായി തന്നെ അയാളും സമൂഹവും അയാളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരും
ഈ വിവരം ജനങ്ങളുടെ ഇടയിൽ എത്തിച്ചിരുന്നു. ഇത് രണ്ടാമത്തെ വിഷയമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ വിഷയമാണിത്. പലരും ചോദിക്കുന്ന നിരപരാധിയാണെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യം എന്താണെന്ന്. വിഷയങ്ങളെ ആൾക്കാർ എടുക്കുന്ന പല രീതിയിലാണ്. എല്ലാവർക്കും പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യവും മാനസികമായ ധൈര്യവും ഒന്നും ഉണ്ടാകണമെന്നില്ല. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, താൻ നാണം കെട്ടല്ലോ എന്നുള്ള ചിന്ത അത് വലിയ രീതിയിലാണ് കിട്ടും. ഏതാണ്ട് 2 മില്യൺ വ്യൂസ് ആണ് ആ വീഡിയോയ്ക്ക് ഉണ്ടായതെന്ന് ആ യുവതി തന്നെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരാളെ എത്രമാത്രം, ഒന്നും ചെയ്യാത്ത ഒരാളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാളെ എത്രമാത്രം ആൾക്കാരുടെ ഇടയിലേക്ക് അത് എത്തി എന്നുള്ളത് ആലോചിച്ചപ്പോഴാവാം ഒരുപക്ഷെ ഈ ചെറുപ്പക്കാരനെ തന്റെ ജീവിതം തന്നെ നഷ്ടമാകുന്ന രീതിയിലുള്ള തീരുമാനം എടുക്കേണ്ടി വന്നു. ഏതായാലും ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഇതിന്റെ നിജസ്ഥിതി അന്വേഷിക്കേണ്ടതുണ്ട്. നിജസ്ഥിതി അന്വേഷിച്ചുകൊണ്ട് തന്നെ ആ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ അവിടെയുള്ള ബസ്സിലുണ്ടായിരുന്ന ആൾക്കാരോട് ചോദിച്ചുകൊണ്ട് തന്നെ വളരെ കൃത്യമായി തന്നെ ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ ഒരു അന്വേഷണം വേണം. അങ്ങനെ ഒരു വ്യാജ പരാതിയാണ് ഈ സ്ത്രീ ഉന്നയിച്ചതെങ്കിൽ തീർച്ചയായും അതിന് നിയമപരമായ നടപടികളിലേക്ക് കടക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് പാലക്കാട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരണപ്പെട്ടത്. അവരുടെ കുടുംബം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. സത്യത്തിൽ മറ്റുള്ളവരെ, നമ്മുടെ വ്യൂസ് കൂട്ടാൻ വേണ്ടി മറ്റുള്ളവരെ കരുവാക്കുമ്പോൾ ആലോചിക്കേണ്ടത് നമ്മളെപ്പോലെ തന്നെയാണ് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ. ഒരാളുടെ ജീവൻ എടുക്കുന്ന രീതിയിലേക്ക്, ഒരാളുടെ ഫേസ്ബുക്ക് പ്രൊമോട്ട് ചെയ്യാനും മില്യൺ വ്യൂസ് ഉണ്ടാക്കാനും ഒരുങ്ങി പുറപ്പെടുമ്പോൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം PR ടീമുകളൊക്കെ ഉണ്ട്. PR ടീമുകളൊന്നും പറയുന്നതൊന്നും സത്യമല്ല. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല കാര്യങ്ങളുമുണ്ട്. അവരൊന്നും പറയുന്നതൊന്നും സത്യമല്ല. പക്ഷേ സത്യത്തിന്റെ ആധികാരികതയോടുകൂടി അവർ പറയുന്ന എന്ന രീതിയിൽ പല റൈറ്റപ്പുകളും പ്രത്യക്ഷപ്പെടുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് വൈറലായാലുള്ള ഗുണം എന്ന് വെച്ചാൽ പിന്നീട് ഇവരെ ആൾക്കാർ ശ്രദ്ധിക്കുകയും അവരുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടുകയും ചെയ്യും. മുസ്ലിം ലീഗിന്റെ ഒരു വനിതാ മെമ്പർ, അതൊരു പൊതുപ്രവർത്തകയായിരുന്നു ഇത്തരത്തിൽ പെരുമാറിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പൊതുപ്രവർത്തകയ്ക്ക് പ്രശ്നമുണ്ടായാൽ ഉടൻ തന്നെ ആ ബസ്സിൽ വെച്ച് അവിടെ പറഞ്ഞ് അവിടുത്തെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് റിപ്പോർട്ട് ചെയ്ത് നിയമ നടപടിക്ക് വിധേയമാക്കേണ്ടതിന് പകരം സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ സ്ത്രീയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു പൊതുപ്രവർത്തകയ്ക്ക് പറ്റിയ ഒരു നടപടിയല്ല ഈ സ്ത്രീയുടെ ഭാഗത്തുനിന്നുണ്ടായത്. നമ്മളുമൊക്കെ ബസ്സിൽ പോകുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. തട്ടുകയും മുട്ടുകയുമല്ല ആരെങ്കിലും ഞാൻ വളരെ കോൺഷ്യസ് ആയി ബസ്സിലും ഒക്കെ പോയാൽ നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ആ സെക്കൻഡിൽ തന്നെ ഞാൻ അവരോട് പറയും, നിങ്ങളൊന്ന് ഒതുങ്ങി നിൽക്കൂ, അല്ലെങ്കിൽ അവിടെ നിൽക്കൂ എന്ന് പറയും. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു എന്ന് എനിക്ക് തോന്നിയാൽ. അല്ലാതെ ഉടനെ തന്നെ വീഡിയോ ചിത്രീകരിച്ച് നാട് മുഴുവൻ കൊണ്ടു നടന്ന് പ്രചരിപ്പിക്കലല്ല ചെയ്യുന്നത്. ഒരു പൊതുപ്രവർത്തക എന്ന രീതിയിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുള്ള ഉടൻ ആ സ്പോട്ടിൽ ഞാൻ ബഹളം ഉണ്ടാക്കുകയും ആ സ്പോട്ടിൽ തന്നെ അതിന് വേണ്ട കാര്യം ചെയ്യും. ഈ ബസ്സിൽ ഇയാൾ ഇവരെ തട്ടുന്നു, ആ വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ ആ ബസ്സിൽ മറ്റൊരാളും അതിനെക്കുറിച്ച് കോൺഷ്യസ് ആയിരുന്നില്ല എന്നുള്ളതാണ് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൃത്യം നടന്നാൽ, ഒരു ബസ്സിൽ ഒരു അസ്വസ്ഥത ഉണ്ടായാൽ നമ്മുടെ ബോഡിക്ക് പോലും, നമ്മുടെ ശരീരത്തിന് പോലും ഒരു വൈബ് ഉണ്ടാവും. ഇപ്പം എന്നെ ഒരാൾ തട്ടിയാൽ ഞാൻ അസ്വസ്ഥമാകും. അടുത്ത് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവും ഞാൻ അസ്വസ്ഥയായിട്ടുണ്ട്, എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാവും. പക്ഷെ ആ ബസ്സിലെ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിലില്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇത് പല ആംഗിളിൽ നിന്ന് എടുത്ത് മനഃപൂർവ്വം ഒന്ന് തട്ടി തട്ടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അറിയാതെ തട്ടുന്നതിനെ അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് നടത്തിയ ഒരു നീക്കമായിരുന്നുവെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഒരു പൊതുപ്രവർത്തകയ്ക്ക് തീരെ യോജിച്ച പണിയല്ല ഈ സ്ത്രീയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. തീർച്ചയായും നിയമ നടപടിക്ക് വിധേയമാകേണ്ടതാണ്. ഇനിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ കൃത്യമായ നിയമം ഇതിലുണ്ടാകണം. കൃത്യമായി നിയമത്തിന്റെ വഴികളിലൂടെ തന്നെ ഈ സ്ത്രീ കടന്നുപോയെങ്കിൽ മാത്രമേ ഇനിയുള്ള സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാതാക്കാൻ സാധിക്കൂ. ഞാൻ ഇപ്പോഴും പറയുന്നു, യഥാർത്ഥത്തിൽ പലരും ഉപദ്രവിക്കുന്നവരുണ്ട്, അവരെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. പക്ഷെ ഈ വീഡിയോ കാണുമ്പോൾ അങ്ങനെ ഒരാൾക്കും ഫീൽ ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു സംഭവം നടന്നതായി പോലും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. ആ വീഡിയോ കാണുന്നതിൽ നിന്ന് തട്ടുന്നുണ്ട്, പക്ഷെ അത് അറിയാതെ തട്ടിയതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാതെ മനഃപൂർവ്വം അത്തരത്തിലൊരു ശ്രമം അവിടെ ഉണ്ടായിട്ടില്ല എന്നും ബോധ്യമാകുന്നുണ്ട് ആ വീഡിയോ കാണുമ്പോൾ.